ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, പ്രവാചകനും ആയിഷ ബിബിയും അതുപോലെ തന്നെ സ്വഹാബത്തെല്ലാം കൂടെ ഒരു യാത്ര കഴിഞ്ഞ് ഒരു യാത്ര മധ്യേ തങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വഴിയിൽ അവർ തമ്പടിക്കുകയും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ശരിയാക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ തങ്ങളുടെ മാല നഷ്ടപ്പെട്ട വിവരം, തന്റെ സ്വന്തം മാല നഷ്ടപ്പെട്ട കാര്യം ആയിഷ ബീവി അപ്പോഴാണ് അറിയുന്നത്. ബീവി ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബീവി. നമ്മുടെ നാട്ടിൽ മാല പോയാൽ ബീവിന്റെ അടുക്കലേക്കാണ് പോവുക. റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ ബീവി തന്റെ സ്വന്തം മാല നഷ്ടപ്പെട്ടത് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ആയിഷ ബീവി മാല തെരഞ്ഞു പോയി. എന്നാൽ ആയിഷ ബീവി ആ സംഘത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, മാല തെരഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ആ സംഘത്തിന്റെ തലവനായ മുസ്ലിമീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞില്ല. ആയിഷ ബീവി ഈ സംഘത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. അവർ യാത്ര തിരിച്ചു. ആയിഷ ബീവി പറയാണ്, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ തടി കുറഞ്ഞ മെലിഞ്ഞൊരു സ്ത്രീ ആയിരുന്നു. ഒട്ടകക്കട്ടിലിൽ ആയിരുന്നു ഞാൻ യാത്ര ചെയ്തിരുന്നത്. സ്വഹാബത്ത് ഒട്ടകക്കട്ടിലെടുത്ത് അവർ യാത്ര തിരിച്ചപ്പോ അതിന്റെ ഉള്ളിൽ ആയിഷ ബീവി ഉണ്ടെന്നറിയാൻ അത് പൊക്കിയ സ്വഹാബത്തിന് പോലും കഴിഞ്ഞില്ല. ബീവിയുണ്ട്, സംഘത്തിൽ നിന്ന് ബീവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അറിയാൻ ആ സംഘത്തിന്റെ നേതാവിനോ അതിന്റെ അനുയായികൾക്കോ കഴിഞ്ഞില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുമായി ബന്ധപ്പെട്ട ആയിഷ ബീവി വിശദീകരിക്കുകയാണ്. നമ്മൾ മാല നഷ്ടപ്പെട്ടാൽ പോകുന്നത് ബീവിയുടെ അടുക്കലേക്കാണ്. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരോട് തങ്ങളുടെ ആപലാദികൾ പറയാൻ, നഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആത്മാർത്ഥമായി ചൊല്ലുകയാണ്. ഈ രൂപത്തിൽ അനേകം ചരിത്ര താളുകൾ, ഇസ്ലാമിക ചരിത്ര താളുകളിൽ നിന്ന് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കൃത്യമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു വിവാഹ വേളയിൽ ഒരു വിവാഹ സദസ്സിലേക്ക് കയറി വരുമ്പോ പ്രിയപ്പെട്ട പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ അവിടുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ശക്തമായ രൂപത്തിൽ, മനോഹരമായ രൂപത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ സഭയിലേക്ക് കയറിയപ്പോ ആ പെൺകുട്ടികൾ ചെറുതായിട്ടൊന്ന് വരി മാറ്റി. ആ പെൺകുട്ടികൾ പാടാൻ വേണ്ടി തുടങ്ങി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, വരാനിരിക്കുന്നത് അറിയുന്ന, ഭാവി അറിയുന്ന, നാളെ എന്താണെന്ന് അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ടല്ലോ എന്ന് പ്രവാചകനെ പുകഴ്ത്തി പെൺകുട്ടികൾ പാട്ട് പാടാൻ വേണ്ടി തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പാടിക്കോളി, എനിക്കെല്ലാം അറിയാം എന്നാണോ? അല്ലല്ലോ. ഹദീസിൽ കൃത്യമായി കാണാം. റസൂൽ തിരുത്തി, നിങ്ങൾ ഇങ്ങനെ പാടരുത്, ഇത് പാടരുത്, അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഇത് വിശദീകരിച്ച ഹദീസ് വിശദീകരിച്ച മഹാനായ ഇബ്നു